അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ 51ാമത്തെ ബാബ് റജാ ചെന്നെങ്കിൽ എന്ത് അള്ളാഹുടെ റഹ്മത്ത് ആഗ്രഹിക്കലേ, അവൻ്റെ ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടാവുക. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടായിട്ട് ഇന്നിപ്പോൾ ഹദീസ് കായിട്ടിക്കൽ ഞങ്ങൾ പ്രവേശിക്കലേ. ആയത്തുകളും അതുമായി സംബന്ധപ്പെട്ട വിഷയങ്ങളും മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചില്ല. ഇന്നിപ്പോൾ റജാ ഈമാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടക്കുള്ള തീർന്നു. ഈമാൻ വേണം. ഈമാൻ ഇല്ലാണ്ട് ഒരിക്കലും രക്ഷപ്പെടാവില്ല. ആഖിറത്തിൽ രക്ഷപ്പെടെങ്കിൽ ഈമാൻ മസ്റ്റായിട്ട് ഈമാൻ ഇന്നെങ്കിൽ, അല്ലാണ്ട് ഒരു മനുഷ്യൻ എത്ര നല്ലത് ചെയ്താൻ കണ്ടെങ്കിലും ഈമാനില്ലേ രക്ഷപ്പെടാവില്ല. കാരണം ആഖിറത്തിൽ അള്ളാഹുടെ റഹ്മത്ത് കിട്ടിയെങ്കിലേ രക്ഷപ്പെട്ട്, അള്ളാഹുടെ റഹ്മത്ത് ഈമാനിൽ നിങ്ങൾക്ക് മാത്രമേ ആഖിറത്തിൽ കിട്ടൂ. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസ് നമുക്ക് നോക്കാം. 412 വൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് മൻ ഷഹിദ ഒത്തൻ ഷഹാദത്ത്, അവൻ സാക്ഷ്യം വഹിച്ചാൽ അവൻ്റെ കൽബിൽ അങ്ങനത്തെ ഒരു വിശ്വാസം വെച്ചിട്ട് നാവ് കൊണ്ട് അവൻ ചൊന്നാൻ കണ്ടെങ്കിൽ അതാ മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൻ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏക ഇലാഹനായ അള്ളാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവുമില്ല, അള്ളാഹു മാത്രമായിട്ട് ആരാധക അർഹൻ എന്ന ആ ഒരു വിശ്വാസം അവൻ്റെ കൽബിൽ നിന്നിട്ട് അവനെ നാവ് കൊണ്ട് ചൊന്നാൻ കണ്ടെങ്കിൽ വഹദഹു, അവൻ ഏകനാണ്, ലാ ശരീകലോ, അവനക്കൊരു കൂട്ടുകാരനുമില്ല, വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ അടിമയും റസൂലുമാണ് എന്ന് അർത്ഥം ഷഹാദത്ത് കലിമ എന്ന ആ ഷഹാദത്ത് സാക്ഷ്യം വഹിച്ചാൽ അങ്ങനെ അവൻ്റെ കൽബിൽ അങ്ങനത്തെ വിശ്വാസം എന്നിട്ട് നാവ് കൊണ്ട് ചൊല്ലണം. അതാണ് ഷഹാദത്തും ചൊല്ലുന്നത്. ഷഹാദത്തും ചൊല്ലെങ്കിൽ ഞങ്ങളെ മനസ്സിൽ ഇന്നതൊക്കെ ഞങ്ങളെ നാവിടെ സാക്ഷ്യം നിപ്പാട്ടേ എന്നർത്ഥം. സാക്ഷ്യം വഹിക്കുക ചെന്നെങ്കിൽ ഞങ്ങളെ മനസ്സിൽ ഇങ്ങനത്തെ വിശ്വാസം ഉണ്ട് എന്നത് ഞങ്ങൾക്ക് സ്കാനാക്കി കാട്ടിത്തറകാവില്ല. പിന്നെ ആ മനസ്സിൽ ഇന്നത് ഗൊന്തുള്ള അതിൽ ഞങ്ങൾക്ക് പ്രൂവ് ആക്കുകയുള്ള തെരുവായിട്ടിരിക്കുന്നത് നാവ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം മനസ്സിൽ വേണം. അതവൻ്റെ നാവ് കൊണ്ടവൻ പ്രൂവ് ആക്കണം, നാവ് കൊണ്ടവൻ ചൊല്ലണം. അപ്പൊ നാവ് സാക്ഷിയായിട്ടിരിക്കുന്നതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഇന്നതൊക്കെ അതായിട്ടിരിക്കുന്നത് സാക്ഷ്യം വഹിച്ചാൽ ഷഹിദ എന്ന് ചൊന്നതിനർത്ഥം. വഅന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു, ഈസാ നബി അള്ളാഹുടെ അടിമയും റസൂലും എന്ന് അർത്ഥം സാക്ഷ്യം വഹിച്ചാൽ. വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയം ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്തായിട്ടിരിക്കുന്നത് ഈസാ നബി, വറൂഹും മിൻഹു, അള്ളാഹുടെ റൂഹായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കണം. കാരണം ഇത് ഈസാ നബിയുടെ സ്പെഷ്യൽ ചൊന്നെന്ത് കേട്ടെങ്കിൽ എല്ലാ നബിയും അള്ളാഹു അല്ലാത്തതൊക്കെ അള്ളാഹുടെ അടിമങ്ങായിട്ടിരിക്കുന്നത്, അള്ളാഹ് സൃഷ്ടിച്ചതായിട്ടിരിക്കുന്നത്. ആരും അള്ളാഹുടെ മോനോ അള്ളാഹുടെ പെഞ്ഞയോ ആറുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഇവിടെ നസാറാക്കൽ അള്ളാഹുടെ മോനുണ്ടും മറിയം ബീവിയുടെ അള്ളാഹുടെ പെഞ്ഞായിട്ടൊക്കെ വിശ്വസിക്കടങ്ങുള്ളവർ ചൊല്ലങ്ങുള്ളവർ. അപ്പൊ ആ വിശ്വാസം മനസ്സിലുണ്ടാവുക തീരാ. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ അടിമയും റസൂലുമാണ്, അള്ളാഹുടെ കെലിമത്തായിട്ട്. കെലിമത്ത് എന്നെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം ഉണ്ടാവട്ടിട്ട് അള്ളാഹു ഉദ്ദേശിച്ചപ്പോ ഈസാ നബി അലൈഹി സ്വലാം ഉണ്ടായിട്ട് അത് മറിയം ബീവിയുടെ മുട്ട പ്രത്യേക രീതിയിൽ. ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എന്തിനും കേട്ടെങ്കിൽ ഈസാ നബിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, ബാപ്പയോ ഇല്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ മറിയം ബീവി, ആ മറിയം ബീവിയുടെ നെഞ്ഞുക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം ആണ് ഊതിത്ത്. ആ ഊതലോട് കൂടെ മറിയം ബീവി കറുപ്പും ചെയ്ത് പെത്തിത്ത് അതൊരു സ്പെഷ്യൽ ഭാഗമായിട്ട് ഞങ്ങൾ സൂറത്ത് മറിയമ്മൾ അത് വിശദീകരിച്ച് ഞങ്ങൾ ഇതേ ചാനലിൽ സൂറത്ത് മറിയമ്മൾ അതിനെ സംബന്ധിച്ച് ചൊന്നു വിശദമായിട്ട് അവിടെ ചൊന്നു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമു അവിടെ അള്ളാഹു അങ്ങനെയായിട്ട് സൃഷ്ടിച്ചത്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമുടെ അള്ളാഹുടെ മൂന്നുണ്ടും മറിയമ്മയുടെ അള്ളാഹുടെ പെഞ്ഞായിട്ടും ഇവിടുത്തെ നസാറാക്കൽ ചൊല്ലർ അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാവുക തീരാൻ ചൊല്ലേ. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ റസൂലും അതുപോലെ അടിമയുമാണ്, മറിയം ബീവിയുടെ ഇട്ട കലിമത്താണ്, അള്ളാഹുടെ റൂഹായിട്ടിക്കട്. അതൊക്കെ ഈസാ നബിക്കുള്ള സ്പെഷ്യൽ ആയിട്ടിക്കട് അള്ളാഹുടെ റൂഹ് എന്നുള്ളത്. എല്ലാവരെയും റൂഹുടെ പടച്ചതും ഇട്ടുകൊടുത്തൊക്കെ അള്ളാഹു താല തന്നെ. പക്ഷെ ഈസാ നബിക്ക് ബാപ്പയില്ലാത്ത നിലക്ക് അള്ളാഹു താല പ്രത്യേക രീതിയിൽ ഈസാ നബി അലൈഹി സ്വലാമുടെ ആ രീതിയിലായിട്ട് ഈസാ നബി അലൈഹി സ്വലാമുടെ അള്ളാഹു സൃഷ്ടിച്ചത്. വൽ ജന്നത ഹഖുൻ, അത്രമാത്രം വിശ്വാസം പറ. സ്വർഗം ഹക്കാണ് എന്ന വിശ്വാസം വേണം. വന്നാറ ഹഖുൻ, നരകം ഹക്കാണ് എന്ന വിശ്വാസം അവന്റെ കൽബിൽ വേണം.
അങ്ങനെ ഒരുത്തരെ കൽബിലുണ്ട് കണ്ടെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗത്ത് പ്രവേശിപ്പിക്കട അലാമാക്കാന മിന്നൽ അമൽ, അവന്റെ അമലിൽ നിന്ന് എത്ര ഉണ്ടായാലോ അതനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്ത് കടത്തറ. മുത്തഫഖുൻ അലൈഹി. വഫി റിവായത്തിൻ ലി മുസ്ലിം, അതാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലുള്ളത്, മൻ ഷഹീദ വൃത്തം സാക്ഷ്യം വഹിച്ചാൽ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹതപ്പെട്ടവൻ ആരുമില്ല, അള്ളാഹു മാത്രമായിട്ട് ഇലാഹ് എന്ന് വർത്തൻ സാക്ഷ്യം വഹിച്ചെങ്കിൽ, വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുടെ റസൂൽ എന്നർത്ഥം സാക്ഷ്യം വഹിച്ചെങ്കിൽ, ഹറമല്ലാഹു അലൈഹി നാർ, അള്ളാഹു അവന്റെ മേലെ നരകത്തെ ഹറാമാക്കണം. അപ്പൊ ഈ രണ്ട് ഹദീസിൽ ചെന്നത് ശരിയായ ഈമാനുണ്ടോ രക്ഷപ്പെടുകയുള്ള തീറുണ്ട്, അള്ളാഹുവിന്റെ സ്വർഗത്ത് കടത്തറ. എന്നനുസരിച്ച് ഇത് മാത്രം വെച്ച് ഇപ്പൊ സ്വർഗമുണ്ട് നരകമുണ്ട് അള്ളാഹുടെ ശിക്ഷയുണ്ട് ഇതൊക്കെ വിശ്വസിച്ചവൻ ഇബാദത്ത് ചെയ്യാൻ ടിക്കില്ല, നിസ്കരിക്കാൻ ടിക്കില്ല, അത് മാത്രം ഇന്നമേയാവില്ല. അതിന് മേലെ ഞാൻ അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഏതായാലും സ്വർഗത്ത് പോട്ടെ എന്ന അങ്ങനത്തെ ഒരു ഭാവന ഉണ്ടാവുകത്തില്ല. ശരിയായ ഈമാൻ വേണം, അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള ആഗ്രഹം മനസ്സിൽ വേണം, എന്നാൽ രക്ഷപ്പെടുകയുള്ള തീറുണ്ട്. അപ്പോൾ ഇവിടേതായിട്ട് അവൻ്റെ ഈമാൻ ശരിയാവണം. ഈമാൻ ശരിയായെങ്കിലേ രക്ഷപ്പെടും. അതായത് ഈ നിലക്കുള്ള ഈമാനെല്ലാം കറക്റ്റ് ആയിത്തും കണ്ടെങ്കിൽ അവൻ്റെ അള്ളാഹു സ്വർഗത്ത് കടത്തറാൻ. അപ്പോൾ എല്ലാ മൂമിനും സ്വർഗത്തിലാ. അള്ളാഹു പുറത്തു കൊടുത്തെങ്കിൽ ദോഷം ചെയ്തെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തറ, അങ്ങനെ തോബ അള്ളാഹ് സ്വീകരിച്ച എങ്കിൽ അങ്ങ് സ്വർഗത്ത് പോകണം. ചില ആളുമാരോ നരകത്തിൽ ശിക്ഷ, അങ്ങനെ കതറനുസരിച്ച് അങ്ങ് ആക്കിയ തപ്പുകനുസരിച്ച് ശിക്ഷ അനുഭവിച്ച് പിന്നെ സ്വർഗത്തെത്ര. ഏതായാലും ഈമാനോട് കൂടി മരിക്കുക എന്നതായിട്ട് വലിയൊരു ഭാഗ്യം. അതിന്നെങ്കിലേ ഞങ്ങൾക്ക് രക്ഷപ്പെടുക. അവിടെ അള്ളാഹു ഞങ്ങളൊക്കെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മുത്തു നബി തങ്ങളെ ഹദീസുകളെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മോചിതത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഈമാൻ സലാമത്ത് ദ്വാരക്കണം, ആഖിബത്ത് നന്നാവണം, ഈമാൻ കിട്ടി മരിക്കണം. ഇബാദത്ത് എത്ര ചെയ്താണ്ടല്ല അവൻ മരിക്കുമ്പോൾ അവൻ്റെ ഈമാൻ നന്നാവണം എന്നുള്ളതല്ല. അപ്പം മരിക്കുമ്പോൾ നന്നാവനുള്ള കാരണങ്ങളായിട്ട് മുന്നല്ല അങ്ങ് ചെയ്ത ഇബാദത്തുകളൊക്കെ അതിൻ്റെ കാരണമായിട്ട് അള്ളാഹു ഞങ്ങൾ ഇരു ലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹ് പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് ഇന്നത്തെ ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.